അങ്ങനെ കാത്തിരുന്ന നിമിഷമെത്തിയിരിക്കുകയാണ്. ശബരിമല സന്നിധാനത്ത് ദീപാരാധന നടക്കുന്നു. ദീപാരാധനയ്ക്ക് പിന്നാലെ ശബരിമല നട തുറന്നിരിക്കുന്നു. വില്ലാളി വീരനായ വീരമണി കണ്ഠനായ അയ്യപ്പന്റെ ദർശനമാണ് ഈ ശബരിമല സന്നിധാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദീപാരാധന കണ്ട് അയ്യപ്പ ഭക്തർ സായുജ്യമടയുന്ന കാഴ്ചയാണുള്ളത്. ഇനിയുള്ളത് പൊന്നമ്പലമേട്ടിലേക്കുള്ള കാത്തിരിപ്പാണ്. പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണുള്ളത്. സമയം ഏതാണ്ട് 6:45 അടുക്കുമ്പോൾ തന്നെ വലിയ കാത്തിരിപ്പിന് വിരാമമായിക്കൊണ്ട് പൊന്നമ്പലമേട്ടിൽ ദിവ്യ ജ്യോതി ദർശനം അതാണ് ഇനിയുള്ള കാത്തിരിപ്പ്, ഇനിയുള്ള നിമിഷം അതിനുവേണ്ടിയുള്ളതാണ്. ദീപാരാധന കഴിഞ്ഞ് ഇവിടുത്തെ ഏതാണ്ട് സന്നിധാനത്തെ വിളക്കുകളൊക്കെ പതുക്കെ അണയ്ക്കുകയാണ്. അതായത് പൊന്നമ്പലമേട്ടിലെ ആ ദിവ്യ ജ്യോതി വളരെ കൃത്യമായി ഭക്തർക്ക് കാണുന്നതിന് വേണ്ടി ഉള്ള അവസരമൊരുക്കുകയാണ്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി, ദീപാരാധനയും പൂർത്തിയായി, തിരുവാഭരണം അണിഞ്ഞ അയ്യപ്പന്റെ ദർശനവും പൂർത്തിയായി. ഇനിയുള്ളത് ഭക്തർക്ക് വേണ്ടി ഈ മകര ജ്യോതി ദർശനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. എങ്ങും ശരണവിളികൾ മാത്രമാണ് മുഴങ്ങുന്നത്. ആദ്യവട്ടം കാണാൻ കഴിയുമോ? ഇനി അതല്ല, വീണ്ടും ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. അത്രയധികം ദൂരെയാണ് പൊന്നമ്പലമേടുള്ളത്. അയ്യപ്പന്റെ ഈ അമ്പലത്തിന് നേരെ കിഴക്ക് ഭാഗത്താണ് പൊന്നമ്പലമേടുള്ളത്. ഈ സന്നിധാനത്ത് തിരുമുറ്റത്ത് നിന്നാൽ പലയിടത്ത് ഈ പൊന്നമ്പലമേട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ തൊട്ടിപ്പുറത്ത് പാടിത്താവളത്തിൽ നിന്ന് അത് ആദ്യമായി ശരണം വിളികൾക്ക് ബലം കണ്ടിരിക്കുന്നു പൊന്നമ്പലമേട്ടിൽ.